ഉടുമ്പൻചോലയിൽ സ്ത്രീകളുടെ ശാക്തീകരണത്തിനായുള്ള പദ്ധതികൾക്ക് മുൻതൂക്കം നൽകുകയാണ് തന്റെ പ്രഥമ ലക്ഷ്യമെന്ന് എൻ.ഡി.എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ. സ്ത്രീ സൗഹൃദപരമായുള്ള പദ്ധതികൾ നടപ്പിലാക്കുവാൻ LDF-നും UDF-നും സാധിച്ചിട്ടില്ല എന്നും തന്റെ പൊതുപ്രചാരണ പരിപാടി നാളെ ആരംഭിക്കുമെന്നും സംഗീത വിശ്വനാഥൻ ഇടുക്കി വിഷ്ണുവോട് പറഞ്ഞു. ഉടുമ്പൻചോല ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഉടുമ്പൻചോലയിലെ NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. മാറാത്തത് മാറും എന്ന ആപ്തവാക്യവുമായാണ് ഇത്തവണ മത്സര രംഗത്തേക്ക് NDA എത്തിയിട്ടുള്ളത്. മാഡം, എന്ത് തരത്തിലുള്ള മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്? മാറാത്തത് മാറും എന്ന് തന്നെയാണ് ഇന്നത്തെ ജനങ്ങളും ഇവിടെ എന്നോട് പരിചയപ്പെടുമ്പോഴൊക്കെ അവർ പറയുന്നത്. എന്തായാലും സ്ത്രീ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇവിടുത്തെ സ്ത്രീകൾക്ക് ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് അവരുടെ സുരക്ഷിതത്വം, ഒരു നല്ല അവരുടെ യാത്ര ചെയ്യുമ്പോൾ ഇന്നത്തെ പൊതുസമൂഹത്തിലേക്ക് ഒരുപാട് സ്ത്രീകൾ ഇറങ്ങി വരുന്നുണ്ട്. പല രീതിയിൽ അവർ യാത്ര ചെയ്യുമ്പോഴുള്ള സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് ഒരു പരിമിതികളുണ്ട് സ്ത്രീകൾക്ക്. ഇവിടെ ഒരു ടോയ്ലറ്റ് സംവിധാനങ്ങൾ നല്ലതില്ല. അതുപോലെ തന്നെ ടൂറിസം മേഖലയിലായാലും പല ടൂറിസ്റ്റുകളും സ്ത്രീ സൗഹാർദ്ദ ഒരു സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കേണ്ടതുണ്ട്. ഇക്കോ ടൂറിസം പോലെ പദ്ധതികളൊക്കെ ഇവിടെ നടപ്പിലാക്കുമ്പോൾ ആ സ്ത്രീ സൗഹാർദ്ദപരമായിട്ടുള്ള പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാനായിട്ടുള്ള ഒരു വലിയ പരിശ്രമം നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ സ്ത്രീകൾക്ക് കൂടുതൽ ഇന്ന് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് പുതിയ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഇവിടെ നടപ്പിലാക്കേണ്ടതുണ്ട്. അതിന്റെ സ്കിൽ ഡെവലപ്മെന്റ് ഹബ്ബുകൾ ഇവിടെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കർഷകർക്ക് ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. കർഷകരുടെ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ്, പ്രത്യേകിച്ച് ഏലക്ക കർഷകരുടെ ഇവിടെ സ്പൈസസിന്റെ നാടാണ്. അതുകൊണ്ട് തന്നെ അതിനൊക്കെ മൂല്യവർദ്ധിത വസ്തുക്കൾ ഇവിടെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ നോഹൗ കൊടുക്കുന്ന തരത്തിലുള്ള ഹബ്ബുകളും അതിനു വേണ്ടിയിട്ടുള്ള മെഷീനറീസും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതികൾ ഇവിടെ പുതുതായിട്ട് കൊണ്ടുവരാനും അതിൽ കൂടുതൽ സ്ത്രീകൾക്ക് കുറച്ചുകൂടെ പ്രാധാന്യം നൽകിക്കൊണ്ട് അവർക്ക് വേണ്ട സബ്സിഡികളും ഒക്കെ നൽകിക്കൊണ്ട് ഉള്ള ഒരു പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാനായിട്ട് ഇന്നും ഉടുമ്പൻചോല ആഗ്രഹിക്കുന്നുണ്ട്. ഈ നാളിതുവരെ ഭരിച്ച LDF ആയാലും UDF ആയാലും മുൻകാലങ്ങളിലൊന്നും തന്നെ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിൽ ഇവിടെ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. പൊതുപ്രചരണ പരിപാടികൾ എങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കീ വോട്ടേഴ്സിനെ കാണുന്ന ഒരു രീതിയിലാണ് ഞാൻ പ്രചരണ പരിപാടികൾ നടത്തിയിട്ടുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിൽ കൺവെൻഷനുകളും അതുപോലെ തന്നെ കുറച്ച് സമയമേ ഉള്ളൂ. ഇപ്രാവശ്യം ഇലക്ഷൻ വളരെ ചുരുങ്ങിയ സമയമാണ് നമുക്ക് സ്ഥാനാർത്ഥികൾക്കൊക്കെ എല്ലാം തന്നെ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നേരിട്ട് ഓരോ വീടുകളിലും കയറി ഇറങ്ങാനായിട്ട് സാധിക്കുന്നില്ല. പരമാവധി കൂട്ടങ്ങളിലോടും അതുപോലെ ഇവിടെയുള്ള പ്രധാന കവലകളിലും ഒക്കെ ഓടി നടന്നുകൊണ്ട് വോട്ട് ചോദിക്കുകയാണ് ഇന്നും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചൂടിന്റെ കാര്യം പറയുമ്പോൾ പൊള്ളുന്ന ചൂടാണ്. ഞങ്ങളൊക്കെയാണ് ഗ്ലാസ് ഒക്കെ വെച്ചാൽ പുറത്തിറങ്ങുന്നത്. ഈ ചൂടത്തുള്ള പ്രചരണം എങ്ങനെയാ? സമയം വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് വെയിൽ കൊണ്ടുകൊണ്ട് തന്നെ പ്രചരണത്തിൽ ഇറങ്ങുക തന്നെ വേണം. കാരണം എത്രത്തോളം നേരിട്ട് വോട്ടറെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നു അത് മുഴുവൻ ചെയ്യാൻ. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും അതെല്ലാം ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത്. അതെ, അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജില്ലയിലെ ഏക വനിതാ സ്ഥാനാർത്ഥിയാണ് NDAയുടെ ഉടുമ്പൻചോലയിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സംഗീത വിശ്വനാഥൻ. വനിതാ സൗഹൃദമായ പദ്ധതികൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളായിരിക്കും നടപ്പാക്കുക എന്നാണ് സ്ഥാനാർത്ഥി പറയുന്നത്. ജോബിൻ കോശിക്കൊപ്പം അനീഷ് PA, ഇടുക്കി വിഷൻ ന്യൂസ്.